എനിക്ക് തോന്നുന്നു കാക്കത്തൊള്ളായിരം ബേഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിനടുത്ത് ചെന്നിത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെന്നിത്തല പാടശേഖരത്തിൻ്റെ എൻട്രൻസിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീസണിൽ ഒരുപാട് ബേഡ്സ് വരുന്ന സ്ഥലമാണ്. എനിക്ക് തന്നെ ഏകദേശം ലോക്ക്ഡൗണിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് കിട്ടിയ സ്ഥലമാണ്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ച തന്നെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ലോക്ക്ഡൗണിന് ശേഷം ആദ്യമായിട്ടാണ് എത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. നമ്മുടെ വണ്ടിയൊക്കെ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ്. നമുക്കിനി ഈ സൈഡിൽ കൂടെ നടന്നു വേണം പോകാൻ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ സഫീർ അബീസ്. വെൽക്കം ടു മൈ ജംഗിൾ ക്യാപ്ചർ. കുറേ ദൂരം നമുക്ക് നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആമ്പൽ ഇപ്രാവശ്യം ഇവിടെ പിടിച്ചിട്ടുണ്ട്. നമുക്കത് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കാം എന്തായാലും. നിങ്ങളീ കാണുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തെല്ലാം ആമ്പൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് ചിലപ്പം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇനി വിഷ്വലി കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ചെറിയ ക്യാമറ കൂടെ കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. കുറേ താറാവുകളുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കുറേ ബേഡ്സ് ഉണ്ട്. ഈ സൈഡിൽ കാണുന്ന എല്ലാം കൂടുതലും കൊക്കുകളാണ്. നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഫ്ലെമിംഗോസ് വരുന്ന, അതായത് ആലപ്പുഴ ജില്ലയിൽ ഫ്ലെമിംഗോസ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോ കിട്ടിയിരിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് അരൂർ സൈഡിൽ ചെല്ലാനം, അതേപോലെ തന്നെ കണ്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ചങ്ങരം, അവിടെയൊക്കെയാണ് പിന്നെ വരാറുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോ കിട്ടിയിരിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ഒരുവിധ മിക്കപ്പോഴും വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ടില്ല. 6-7 മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പിന്നെ ഇപ്പോൾ വരുന്നത്. അങ്ങനെ ഏകദേശം നമ്മളൊരു 2 കിലോമീറ്റർ അടുത്ത് നടന്ന് ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ബേഡ്സിനെ കാണുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ഇത് കണ്ടില്ല, ഇവിടെ ഒരു എഞ്ചിൻ തരയുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. അല്ലെങ്കിൽ ഈ എല്ലാം കൂടെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മളിവിടെ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി നോക്കാൻ പോവാണ്. അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് എല്ലാം കൂടെ താങ്ങിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ നമുക്കിനി ഇവിടെ വെച്ചിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ സിബിച്ചേട്ടനുണ്ട് നമ്മുടെ കൂടെ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ സിബിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ് ബേഡിങ്ങിന് വേണ്ടി. പുള്ളി നേരത്തെ നടന്നു വന്നു. ഞാനിങ്ങനെ നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ വേറെ ചേട്ടനുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് ഇവിടെ കിട്ടുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ക്യാമറ നോക്കി നടന്നു കഴിഞ്ഞാൽ മുട്ടം പണി കിട്ടും. കാര്യം ഇവിടെ താഴെ കുറേ ചുള്ളിയൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇനി അല്ലെങ്കിൽ ഞാൻ നോക്കി നടന്നില്ലല്ലേ പണി കിട്ടും. കുറേ നേരത്തെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിക്കൊക്കെ ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കുറേ നടന്നു, കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടി. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ നമ്മളുടെ യാത്രയും വെറുതെ ആയില്ല. നമുക്ക് ഉദ്ദേശിച്ചാലും കൂടുതൽ ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു 1,900 ബേഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നെടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് പോവുക. കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ എത്രയാണോ നടന്നു വന്ന് അത്രയും ദൂരം തിരിച്ചു വന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. കണ്ടില്ലേ,
ഒരുപാട് ബേഡ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് എണ്ണാൻ പറ്റാത്ത തരത്തിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്. അതിൽ ബീ ഈറ്റേഴ്സിനെ കണ്ടു, നമ്മൾ പെയിൻറ്റർ സ്റ്റോർക്കിനെ കണ്ടു, സ്പൂൺ ബില്ലുണ്ട്, എഗ്രറ്റ്സ് ഉണ്ട്, പിന്നെ ഗോഡ് വിത്താണ് ഒരുപാട് കണ്ടത്. ഗോഡ് വിത്ത് എന്ന് പറഞ്ഞൊരു ബേഡുണ്ട്. അതിനെയാണ് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് കണ്ടത്, ആ ഫ്ലൈ ചെയ്ത് കിടക്കുന്നത്. അതിനകത്ത് തന്നെ കുറേ ഡെക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബേഡ്സ് നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരുമ്പോഴും നമുക്കൊന്നും നിരാശയോടെ പോകേണ്ടി വന്നിട്ടില്ല. നല്ല ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സഫീർ അബീസ് സൈനിങ് ഓഫ് ജംഗിൾ ക്യാപ്ചർ.